അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ തഖ്വയിലായി ജീവിക്കാൻ എന്നോടും നിങ്ങളോടും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അവൻ്റെ മുത്തഖീങ്ങളിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. കൺകുളിർമയുള്ള മക്കളാവാൻ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയം നിങ്ങളുമായി സംവദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഫുർഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ച വചനമാണ് സ്ക്രീനിലുള്ളത്. അതായത് ഏതൊരു മനുഷ്യനെയും സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൽ മക്കൾ കൺകുളിർമയുള്ളവരാവുക എന്ന് പറയുമ്പോൾ അവൻ്റെ മനസ്സിലൊരു ഭാവനയുണ്ട്. സാധാരണഗതിയിൽ അത് മക്കൾ 1, 2, 3, 4 വയസ്സ് ഇങ്ങനെ ആയി അവർ ഒരു 10, 12, 15 വയസ്സാകുന്നതിൻ്റെ മുമ്പ് നമ്മളതൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞു പോയി. 15 വയസ്സിന് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് കൺകുളിർമയില്ല. പിന്നെ ഓല പന്തേറ്റ് ഓല പണിയൊക്കെ പോയി. അതിൻ്റെ മുമ്പ് നമ്മൾ ആസ്വദിക്കും. വല്യപ്പന്മാരാകുന്നപ്പോൾ ഞാനൊക്കെ എൻ്റെ പേരക്കുട്ടികളെ കൊണ്ട് അങ്ങോട്ട് ആസ്വദിക്കലാണ്. അങ്ങനെ എല്ലാവർക്കും ആസ്വാദന അവിടെയാണുള്ളത്. അപ്പം നമ്മൾ ഈ വിഷയത്തിൽ കൃത്യമായൊരു ധാരണ, ആ ധാരണ തെറ്റാണ്. അത് തിരുത്തണം നമ്മൾ. മാത്രവുമല്ല, അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് കഴിഞ്ഞ കാല അമ്പിയാക്കന്മാർ പോലും അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളാവാൻ വേണ്ടി അവരെല്ലാവരും ചെയ്ത പ്രാർത്ഥന, അതുപോലെ പരിശുദ്ധ ഖുർആനിലൂടെ റസൂലുള്ളയും പഠിപ്പിച്ച പ്രാർത്ഥന, അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയങ്കരന്മാരായ അടിമകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളുടെ നിരവധി ഗുണങ്ങൾ പറഞ്ഞ് സൂറത്ത് ഫുർഖാനിൽ 11ാമത്തെ ഗുണമാണ് അല്ലാഹു തആല പറയുന്നത്. അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ആളുകൾ, റബ്ബിൻ്റെ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ, അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യും, പടച്ചവനെ ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും മക്കളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണമേ എന്ന് എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. നിരന്തരമായി പ്രാർത്ഥിക്കുന്ന. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അങ്ങനെ എല്ലാ ദിവസവും 5 നേരം നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥനകളിൽ റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ, നല്ല മനുഷ്യന്മാർക്ക് മാതൃകാപരമായി ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണം, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും മക്കളിൽ നിന്നും കൺകുളിർമ ഞങ്ങൾക്ക് നൽകണം എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കണം. ഇല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച വഇബാദുർ റഹ്മാൻ, അല്ലാഹുവിൻ്റെ റഹ്മാനായ റബ്ബിൻ്റെ അടിമകൾ, അവൻ ഇഷ്ടപ്പെട്ട അടിമകൾ, അവർ ചെയ്യുന്നത് ഇങ്ങനെയാണ്, അവർ നിരന്തരം പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ ആ ലിസ്റ്റിൽ നിന്ന് പുറത്താണ് എന്നർത്ഥം. അത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ സൂറത്ത് ഫുർഖാന്റെ അവസാനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. നബിയെ, തങ്ങൾ പറയുക, എൻ്റെ റബ്ബ് എങ്ങനെയാണ് നിങ്ങളെ വില വെക്കുക നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ. അപ്പോൾ പടച്ച തമ്പുരാൻ നമ്മ വില വെക്കുക പോലും ഇല്ല, പരിഗണിക്കില്ല നമ്മുടെ പ്രാർത്ഥനയില്ലെങ്കിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുക. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മക്കൾ പ്രായപൂർത്തിയാകുന്നതിനിടയിലുള്ള മക്കളുടെ ആത്മീയമായിട്ടും ആ മക്കൾക്ക് പടച്ച തമ്പുരാൻ നൽകുന്ന വില റസൂലുള്ളാഹിയുടെ ഹദീസ് പരിശോധിക്കുമ്പോഴാണ് നമുക്കിത് മനസ്സിലാകുക. മഹാന ഇമാം ബുഖാരി അവിടുത്തെ അൽ അദബുൽ മുഫ്രദിലും ഇമാം മുസ്ലിം അവിടുത്തെ സഹീലും ഒക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. ഒരു സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വരികയാണ്. എന്നിട്ട് എന്താ പറയുന്നത് അറിയോ? യാ നബിയല്ലാഹ് ദുഉല്ലാഹ്. ഒരു കുട്ടിനെ ഇങ്ങനെ കാണിച്ചിട്ട് പറയാം, ഈ കുട്ടിക്ക് വേണ്ടി നബിയെ നിങ്ങളൊന്ന് ദുആ ചെയ്യണം. ഫലഖദ് ദഫൻതു സലാസതൻ, 3 കുട്ടികൾ എനിക്ക് മരിച്ചു പോയിട്ടുണ്ട്.
3 കുട്ടികൾ മറമാടപ്പെട്ടു. എൻ്റെ ഈ കുട്ടിക്ക് നിങ്ങളൊന്ന് ദുആ ചെയ്യും നബിയേ. അപ്പൊ റസൂലുള്ളാഹി ചോദിക്കുകയാണ്, 3 കുട്ടികൾ നിനക്ക് മരിച്ചോ? 3 കുട്ടികളെ മറയിതോ? അതെ. അപ്പൊ റസൂലുള്ളാഹി നൽകുന്ന മറുപടി എന്താ അറിയോ? ലഖദ് ഇഖ്തലർതി ബിഹിലാരിൻ ശദീദിൻ മിനൻ നാർ. എന്നാൽ ഭീകരമായ അള്ളാഹുവിന്റെ ശിക്ഷ അരങ്ങേറുന്ന നരകാഗ്നിയെ തൊട്ട് അതിശക്തമായ ഒരു ഭിത്തി, ഒരു മതിൽ നീ സ്ഥാപിച്ചിരിക്കുന്നു. ആ കുഞ്ഞുങ്ങൾ മരിച്ചതിലൂടെ ഇവിടെ ലഭ്യമായിരിക്കുന്നത് നിനക്കൊരിക്കലും നരകത്തിൽ പോവേണ്ടി വരില്ല, അത്രയും വലിയൊരു ഭിത്തി. പ്രായപൂർത്തിയാവാത്ത ആ കുഞ്ഞുങ്ങൾ മരിച്ചതിൻ്റെ പേരിൽ പടച്ച തമ്പുരാൻ ആ സഹോദരിക്ക് ഓഫർ നൽകുകയാണ്. മാത്രമല്ല പ്രവാചകൻ പറഞ്ഞു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം, മാ മിനൻ നാസി മിൻ മുസ്ലിമിൻ യുതവഫാ ലഹു സലാത്തുൻ ലം യബ്ലഗുൽ ഹിൻസ. പ്രായപൂർത്തിയാവാത്ത 3 കുട്ടികൾ മരണപ്പെട്ട ഏതൊരു മനുഷ്യനും ഇല്ല അദ്ഖലഹുല്ലാഹുൽ ജന്ന, പടച്ച തമ്പുരാൻ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിട്ടല്ലാതെ. ആ കുട്ടികൾ പ്രായപൂർത്തിയായില്ല. ആ കുട്ടികൾക്ക് ഇദ്ദേഹം ചെയ്ത ഗുണം എന്താ? റസൂലുള്ളാഹി റബ്ബി ഫളിലി റഹ്മതിഹിയാഹും, ആ കുട്ടികളോട് ഇവൻ കാണിക്കുന്ന റഹ്മത്തുണ്ടല്ലോ, കരുണ, അത് കാരണമായി അവർക്ക് അല്ലാഹു സ്വർഗം ഉറപ്പാക്കുന്നു. അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി പ്രായപൂർത്തിയാവാതെ നമ്മുടെ കുട്ടിയായി എന്നുള്ള ആ ഒരു ദറജ, അത് മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്വർഗം ഉറപ്പിക്കാനും നരകത്തിൽ നിന്ന് നമുക്ക് മോചനം ഉറപ്പിക്കാനും കാരണമാകുന്നു എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ലാ യമൂതു ലിമുസ്ലിമിൻ സലാസത്തുൻ മിനൽ വലദി ഫയലിജന്നാർ. ഒരു മുസ്ലിമിന് 3 മക്കൾ മരിച്ചിട്ട് പിന്നെ അവൻ നരകത്തിൽ കിടക്കുന്ന പ്രശ്നമില്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇല്ലാ തഹില്ലത്തൽ ഖസം, അല്ലാഹ് സത്യം ചെയ്ത് പറഞ്ഞ ആ സത്യം നടപ്പിൽ വരുത്താൻ വേണ്ടിയല്ലാതെ. അതായത് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, സൂറത്ത് മറിയമിന്റെ 71-ാം വചനത്തിൽ അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്, വ ഇം മിൻകും ഇല്ലാ വാരിദുഹാ. നിങ്ങൾ ഓരോരുത്തരും, ഒരാളുമില്ല സ്വർഗത്തിൽ നരകത്തിൽ പ്രവേശിക്കാത്ത ഒരാളുമില്ലെന്ന് പടച്ച തമ്പുരാൻ സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ആ വരവ് വരും. അഥവാ നരകത്തിന്റെ മുകളിലൂടെ സിറാത്ത് പാലത്തിലൂടെ ആളുകൾ കടന്നു പോകും. അങ്ങനെയല്ലാതെ നരകത്തിൽ പോകുന്ന പ്രശ്നമില്ല. കാരണം 3 മക്കൾ മരണപ്പെട്ടു എന്ന കാരണം. അതേപോലെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കൽ സ്ത്രീകൾ വന്നിട്ട് പറഞ്ഞു, ഇജഅലനായോ നബി, ഒരു ദിവസം നിങ്ങൾ ഞങ്ങൾക്ക് മാത്രം ക്ലാസ് എടുത്ത് തരണം. അപ്പൊ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ക്ലാസ് എടുത്തു കൊടുക്കും. അവിടെ വെച്ചും പ്രവാചകൻ പറയാണ്, അയ്യുമംറഅതി മാത ലഹാ സലാസത്തും മിനൽ വലദി കാനൂ ഹിജാബം മിനൻ നാർ. ഒരു സ്ത്രീക്ക് 3 കുട്ടികൾ മരിച്ചാൽ നരകത്തെ തൊട്ടുള്ള ഹിജാബായി, മറയായി, ഒരിക്കലും പിന്നെ അവർക്ക് നരകത്തിൽ പോവേണ്ടി വരില്ല. അപ്പോൾ ഉമ്മു മുബശ്ശിറ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് ചോദിക്കുകയാണ്, വസ്നാനി നബി, 2 കുട്ടികൾ മരിച്ചാലോ? പ്രവാചകൻ പറഞ്ഞു, ഇത്നാനി, 2 കുട്ടികൾ മരിച്ചാലും. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ കാണേണ്ടത്, ഈ കുട്ടികൾ മരിച്ചു എന്നല്ലാതെ ആ കുട്ടികളെ നമ്മൾ ഹാഫിളാക്കി അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് വേറെ എന്തൊക്കെയോ ചെയ്തു കൊടുത്തു അതിൻ്റെ പേരിൽ എന്നല്ല. ആ കുഞ്ഞിനോട് ഉമ്മയാകുന്ന നമുക്ക് അല്ലെങ്കിൽ ഉപ്പയാകുന്ന നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കരുണയുണ്ടല്ലോ, അതിനുള്ള വിലയാണ് പടച്ച തമ്പുരാൻ നിശ്ചയിക്കുന്നത്. മാത്രമല്ല ഒരിക്കൽ അബൂ ഹസ്സാൻ റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, എനിക്ക് 2 മക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, അതിൻ്റെ വിഷമം എനിക്ക് വല്ലാതെ എന്നെ പിടികൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ മനസ്സിന് സമാധാനം കിട്ടാൻ ഇതുമായി ബന്ധപ്പെട്ട പ്രവാചകന്റെ വല്ല ഹദീസും നിങ്ങൾക്കറിയോ എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമ്പോൾ മഹാനവറുകൾ പറയാണ്, അതെ എനിക്കറിയാം. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, സിഗാറുഹും ദഅമീസുൽ ജന്ന യതലഖാ അഹദുഹും അബവൈഹി ഫയഖുദു ബിതൗബിഹി കമാ ആഖുദു അന ബിസ്വനിഫതി തൗബിക ഹാദാ
ഫലാ യംതഹി ഹത്താ യുദ്ഖിലഹുല്ലാഹു അബാഹുൽ ജന്ന. ചെറിയ മക്കളുണ്ടല്ലോ, അവർ നാളെ പാരത്രിക ലോകത്ത് വരുമ്പോൾ അവരവിടുത്തെ സ്വർഗത്തിലെ കുഞ്ഞുങ്ങളായിരിക്കും. അവരെന്ത് ചെയ്യുമെന്നോ, നിന്നങ്ങട്ട് പിടിക്കും. എന്നിട്ട് അവരെ സ്വർഗത്തിലേക്ക് കയറ്റാതെ അവർ നിന്നെ വിടുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ് മഹാനവറുകൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അബൂ ഹസ്സാൻ റളിയല്ലാഹുവിന്റെ ഡ്രസ്സുമ പിടിക്കാം, ഞാൻ അന്നെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകുന്നത് പോലെ സ്വർഗത്തിലേക്ക് അവർ കയറ്റിക്കൊണ്ടുപോകും. അപ്പൊ സഹോദരങ്ങളെ, ഇങ്ങനെ കുട്ടികൾ ഓരോ രക്ഷിതാവിനും നരകത്തെ തൊട്ടുള്ള സുരക്ഷാ കവചവും സ്വർഗത്തിലേക്കുള്ള വഴിയുമാണ്. 3 കുഞ്ഞുങ്ങൾ മരിച്ചാൽ, 2 കുഞ്ഞുങ്ങൾ മരിച്ചാൽ, മാത്രമല്ല ഇനി ഒരു കുട്ടി മരണപ്പെട്ടാലോ? ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ഒരു സഹാബി വരും. എപ്പോഴും മൂപ്പരെ കൂടെ ഒരു കുഞ്ഞുണ്ടാവും. ആ കുട്ടിയെ പ്രവാചകന്റെ അടുത്ത് കൊണ്ട് പരിചയപ്പെടുത്തും. അങ്ങനെ ഒരു ദിവസം റസൂലുള്ളാഹി ചോദിക്കുകയാണ്, ആ തുഹിബ്ബുഹു, ഈ കുഞ്ഞിനെ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? എനിക്ക് സ്നേഹമുണ്ട് ഈ കുട്ടിയോട്. അപ്പൊ അദ്ദേഹം പറയാ, അതേ നബിയെ, അഹബ്ബക്കല്ലാഹു കമാ ഉഹിബ്ബുഹു, ഞാൻ അവൻ ഇഷ്ടപ്പെടുന്നത് പോലെ അള്ളാഹ് നിങ്ങളെ ഇഷ്ടപ്പെടട്ടെ നബിയെ എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടിനെ കാണാല. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, എവിടെ പോയി? ആ കുഞ്ഞിനെ കാണുന്നില്ലല്ലോ, ഇദ്ദേഹം ഒറ്റക്കാണല്ലോ വരുന്നത്. അപ്പൊ അവര് പറഞ്ഞു, നബി, ആ കുഞ്ഞ് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ യഅതി ബാബൻ മിൻ അബ്വാബിൽ ജന്ന ഇല്ലാ വജത്തഹു യന്തളിറു. ആ കുഞ്ഞിന്റെ പിതാവിനോട് പറയാൻ, നീ സ്വർഗത്തിന്റെ അവിടേക്ക് വരുമ്പോ ആ വാതിൽക്കൽ നിന്നെ കാത്തുകൊണ്ട് ആ കുഞ്ഞ് അവിടെ ഉണ്ടാകും. ആ കുഞ്ഞില്ലാതെ നീ അതിനെ കടന്നു പോവില്ല. അപ്പൊ ഒരു കുഞ്ഞ് മരണപ്പെട്ടാലും, 2 മരണപ്പെട്ടാലും, 3 മരണപ്പെട്ടാലും ഒക്കെ നമുക്ക് നാളെ പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിലുള്ള ഒരു സുരക്ഷാ കവചമാണവർ. മാത്രമല്ല, മലക്കുകളോട് അല്ലാഹ് ചോദിക്കും, ഖബൽതും വലദ അബ്ദി, എൻ്റെ അടിമയുടെ കുഞ്ഞിനെ നിങ്ങൾ പിടിച്ചോ? അപ്പൊ അവർ പറയാം, അതേ റബ്ബേ, ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. അല്ലാഹ് ചോദിക്കും, മാതാ കാലാബിദി, എൻ്റെ അടിമ അവൻ്റെ മോനെ നിങ്ങൾ പിടിച്ചപ്പോൾ എന്താണ് അവന് പറഞ്ഞത്? അപ്പോൾ മലക്കുകൾ പറയാണ്, ഹമിദക വസ്തർജ, അവൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. അപ്പൊ അല്ലാഹ് പറയാണ്, ഇബ്നുലി അബ്ദി ബൈതം ഫിൽ ജന്ന, എൻ്റെ അടിമക്ക് സ്വർഗത്തിൽ നിങ്ങളൊരു ഭവനം പണിയുക. വസമ്മു ബൈത്തുൽ ഹംദ്, സ്തുതിയുടെ ഭവനം, ഹംദിന്റെ ഭവനം, ബൈത്തുൽ ഹംദ് എന്ന പേര് നിങ്ങൾ നൽകുക. അപ്പൊ എന്താണ്? ഒരു മരണമറിഞ്ഞാൽ, മകനാണെങ്കിലും മകളാണെങ്കിലും ആരാണെങ്കിലും, സ്വന്തക്കാര് മരണപ്പെട്ടാൽ അൽഹംദുലില്ലാ എന്നൊന്ന് പറയണമെന്നുണ്ടെങ്കിൽ മലയാളിൻ്റെ ഭാഷ മാറി വേറെ ഏതെങ്കിലും ആട്ടെ പറയാൻ പറ്റുമോ? ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് മരണപ്പെട്ടാൽ അൽഹംദുലില്ലാ എന്ന് പറയാനുള്ള മാനസികാവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റിയിട്ടുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കുകയാണ് വേണ്ടത്. അങ്ങനെ അൽഹംദുലില്ലാ എന്ന് പറയുന്നത് എന്തിനാണ്? നമ്മൾ ഈ വേദന കടിച്ചിറക്കുമ്പോൾ അതിന് അല്ലാഹു നൽകുന്ന ഒരു പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം വളരെ വലുതാണ്. ഇന്നമാ യുവഫസ് സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, ക്ഷമിക്കുന്നവർക്ക് കയ്യും കണക്കുമില്ലാതെ അല്ലാഹു പ്രതിഫലം നൽകും. ആ പ്രതിഫലം എനിക്ക് കിട്ടുമല്ലോ എന്ന ഹംദാണ് നമ്മൾ അവിടെ നിർവഹിക്കുന്നത്. അതല്ലാതെ ഒരു തടസ്സമാണ്, നീ കിട്ടിയാലോ മരിച്ചു പോയി കിട്ടിയാലോ, അങ്ങനെയല്ല. അറബ് ലോകത്ത് നമുക്കത് വളരെ സജീവമായിട്ട് കാണാൻ കഴിയും. അപ്പൊ ഏതായിരുന്നാലും കുഞ്ഞുങ്ങൾ മരണപ്പെടുമ്പോൾ, പ്രായപൂർത്തിയാകുന്നതിൻ്റെ മുമ്പ് മരണപ്പെട്ടാൽ ലഭ്യമാകുന്ന ഇത്രയും വലിയ ഒരു ആനുകൂല്യം നമുക്ക് അല്ലാഹു ഒരുക്കിയത് ആ കുഞ്ഞുങ്ങളായതുകൊണ്ടാണ്. ആ കുഞ്ഞുങ്ങളെ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് അവർ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നത്? പിന്നെയാണ് കൺകുളിർമയുണ്ടാവാനുള്ള പണി നമ്മുടെ ഭാഗത്ത് നിന്ന് വരേണ്ടത്. പക്ഷേ സംഗതി നമ്മുടെ സമൂഹത്തിൽ നേരെ വിപരീതമാണ്. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങൾ മരണപ്പെട്ടാൽ സ്വർഗത്തിങ്കൽ അവർ നമ്മളെ കാത്തിരിക്കും, അങ്ങോട്ട് പിടിച്ചു കയറ്റും. പക്ഷേ ഇപ്പൊ പ്രായപൂർത്തിയാകുമ്പോൾ സംഭവിക്കുന്നത് നേരെ വിപരീതമാണ്. കുഞ്ഞുങ്ങൾ ഇസ്ലാമിൻ്റെ വാഹകരാകേണ്ടുന്നതിന് ബദൽ ഇസ്ലാമിനെ തകർക്കാൻ എന്തൊക്കെ വേണോ അത് മുഴുവനും അവരിൽ നിന്ന് വരുന്ന സാഹചര്യങ്ങൾ. ആരാണ് ഉത്തരവാദികൾ? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്ത് കാണാം, റസൂലുള്ളാഹി പറയാണ്, മാ മിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്ര, ഏതൊരു കുഞ്ഞും
നന്മ സ്വീകരിക്കാൻ പാകപ്പെട്ട രൂപത്തിലാണ് പ്രസവിക്കപ്പെടുന്നത്. ഫിത്രത്ത്, പ്രകൃതിക്ക് വിധേയമായിട്ടാണ്. പ്രകൃതി എങ്ങനെയാണ് നല്ലത് സ്വീകരിക്കുന്ന രൂപത്തിലാണ്. ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കളാണ് അവനെ ക്രിസ്ത്യാനിയും യഹൂദിയും തിജ്ജനും ഒക്കെ ആക്കി മാറ്റുന്നത്. മുസ്ലിമായിട്ടാണ് ജനിക്കുന്നത്. അപ്പോൾ ഈ യഥാർത്ഥ നല്ല അന്തരീക്ഷത്തിൽ നിന്ന് നമ്മളെ മക്കൾ തെറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ നമ്മൾ തന്നെ. മേലെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരാൻ മക്കൾ അവിടെ ഉണ്ടാകും നമ്മൾ മുകളിൽ പറഞ്ഞു. എന്നാൽ നാളെ പാരത്രിക ലോകത്ത് നമ്മുടെ മക്കൾ വരുന്നത് എങ്ങനെ? റബ്ബനാ അരിനല്ലദീന അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ് നജ്അൽഹുമാ തഹ്ത അഖ്ദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. പടച്ചവനെ, ജിന്നുകളിൽ നിന്നും ഇൻസുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ഞങ്ങളെ വഴിതെറ്റിച്ച ആളുകളെ ഞങ്ങൾക്ക് കാണിച്ചതാ. അവരെ ഞങ്ങൾ ഞങ്ങളുടെ കാലിൻ്റെ ചുവട്ടിലാക്കട്ടെ, അവരുടെ നെഞ്ചത്ത് ചവിട്ടിക്കേറി നിൽക്കട്ടെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. നിങ്ങളത് ആലോചിച്ച് നോക്കൂ. നാളെ പരലോകത്ത് മക്കൾ അങ്ങനെ വരുന്നു. ഏത് മക്കളാണ് ആ വരുന്നത്? പ്രായപൂർത്തിയായി വഴിതെറ്റിപ്പോയ ആളുകൾ. അവർക്കാരാണോ വഴിതെറ്റാൻ കാരണമായത് അവരെ കുറിച്ചാണ് അവർ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു അട്ടിമറി, മക്കൾ പ്രായപൂർത്തിയാകുന്നത് വരെ സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റും പിടിച്ചു നിൽക്കുന്ന മക്കളെ അവരെ കയ്യിൽ നിന്ന് ആ ടിക്കറ്റ് പറിച്ചെടുക്കുന്നത് ആരാ? രക്ഷിതാക്കൾ. മാതാപിതാക്കളാണ് അവനെ വഴിതെറ്റിക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ഭാഗത്ത് വലിയ ഒരു ഉത്തരവാദിത്തമുണ്ട്. മക്കളിൽ നിന്നുള്ള കൺകുളിർമ എവിടെയാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതിനനുസരിച്ച് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്താ കൺകുളിർമ എന്ന് പറഞ്ഞാൽ? നമ്മുടെ പ്രാർത്ഥനയിൽ എന്താ ഉള്ളത്? റബ്ബനാ ഹബ് മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ. പടച്ചവനെ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും മക്കളിൽ നിന്നും ഞങ്ങൾക്ക് കൺകുളിർമതാ എന്ന് പറയുമ്പോൾ എന്താണ് ഈ കൺകുളിർമ? മഹാനായ ഇബ്നു അബി ഹാത്തിം തൻ്റെ തഫ്സീറിൽ ഉദ്ധരിക്കുകയാണ്. മഹാനായ ഹകം ബിൻ അബാൻ റളിയല്ലാഹു അൻഹു ഇക്രമ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഈ ഖുർറത്തു ഐൻ എന്ന് പറഞ്ഞാൽ, കൺകുളിർമ എന്നാൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിലുള്ള മറുപടി മഹാനവറുകൾ പറയാണ്, ലം യുരീദു ബിദാലിക സ്വബാഹതം വലാ ജമാല. കുട്ടികൾ നല്ല ഉടുപ്പൊക്കെ ഇങ്ങനെ ഇട്ട് തുള്ളിച്ചാടിക്കളിച്ച് ഓടിക്കളിക്കുന്ന, അതുപോലെ അവരുടെ സൗന്ദര്യവും അവരുടെ അഭ്യാസ പ്രകടനങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ? ഒരിക്കലുമല്ല. നല്ല നല്ല ഡ്രസ്സുകൾ, നല്ല ഷൂകൾ, നല്ല പാർക്കിൽ പോയി നല്ല സൈറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഇങ്ങനെ വീഡിയോക്കും ഫോട്ടോക്കും ഒക്കെ പോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അതൊക്കെ ഇങ്ങനെ ക്യാമറയിലാക്കിയിട്ട് എന്നിട്ട് മക്കളുടെ ഫോട്ടോ കണ്ടിട്ട് ഇങ്ങനെ ആസ്വദിക്കുന്നുണ്ടല്ലോ, അതൊരിക്കലുമല്ല. പിന്നെ എന്താണ്? വലാകിൻ അറാദു അൻ യകൂനു മുത്ഈൻ. മറിച്ച് നമ്മുടെ മക്കൾ പടച്ച തമ്പുരാനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാവുക എന്നുള്ളതാണ്. ഒരു ബാങ്ക് വിളി കേട്ടാൽ നമ്മുടെ പ്രായപൂർത്തിയായ മകൻ വീട്ടിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുന്നതോടുകൂടെ പള്ളിയിലേക്ക് അവർ എണീറ്റ് പോകുമ്പോൾ അത് മനസ്സിന് വല്ലാത്തൊരു കുളിരാണ് ഒരു മനുഷ്യന് നൽകുന്നത്. അതേ സ്ഥാനത്ത് ഭൗതികമായ ചിന്ത, മക്കളിലുള്ള ഒരു താല്പര്യം, ഭൗതികമായിട്ടുള്ള അവരെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം, അവരുടെ ശരീരം, അവരുടെ ഡ്രസ്സ്, അവരുടെ എന്താ പറയുക പ്രകടനങ്ങൾ, ഇതൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ് രക്ഷിതാവ്. പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെങ്കിൽ അള്ളാഹ് വലിയ പരീക്ഷണം നൽകും. ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അള്ളാഹ് പരീക്ഷിച്ചത് നമുക്കറിയാം. മഹാനായ പ്രവാചകനോട്, ഇബ്രാഹിം നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ മോനെ അറുക്കാൻ പറഞ്ഞു. യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക. മോനെ, നിന്നെ അറുക്കാൻ പടച്ച തമ്പുരാന്റെ കൽപ്പനയുണ്ട്. എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന ഭാഷയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിക്കുക, നിന്നെ അറുക്കണം. ഒരു പ്രവാചകൻ ഒരു സ്വപ്നം വന്നാൽ അത് വഹയ്യാ. മോൻ തയ്യാറാകുന്നു, അറുത്തോളൂ എന്ന് പറയുന്നു. അറിവിന് പോകുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് ഒരു പ്രവാചകൻ തൻ്റെ മോനെ അറുക്കാൻ പോവുകയാണ്, പടച്ച തമ്പുരാൻ അറുക്കാൻ പറയുകയാണ്. അങ്ങനെ അറിവിൻ്റെ സ്ഥലത്ത് കടത്തിയ സമയത്ത് വേണ്ട, ഇനി അറുക്കണ്ട, മതി,
അതിന് ബദൽ നമുക്ക് വേറെ ഏർപ്പാടാക്കാം എന്നുള്ള വഹി നൽകി. എന്താ കാരണം? മഹാരഥന്മാരായ പണ്ഡിതന്മാർ, ഇബ്നുൽ ഖയ്യിമുൽ ജൗസി പോലെയുള്ള പണ്ഡിതന്മാർ വിവരിച്ചത്, ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം പടച്ച തമ്പുരാന്റെ ഖലീലാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ റബ്ബിൻ്റെ ഖലീലുകൾ രണ്ടെണ്ണമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതുപോലെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും. അതായത് ഏറ്റവും പ്രിയങ്കരന്മാരായവർ. ആ ഏറ്റവും പ്രിയങ്കരനായ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മനസ്സിൽ തൻ്റെ മോനോട് വല്ലാത്തൊരു സ്നേഹവും താല്പര്യം വന്നു. പ്രായമായതിനു ശേഷം പടച്ചവനോട് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ മോനാണ്. അപ്പം ആ മോൻ്റെ കയ്യും പിടിച്ച് തുള്ളിച്ചാടി നടക്കാൻ ഒരു വല്ലാത്തൊരു രസം. അവൻ്റെ നടത്തവും ഓട്ടവും ഒക്കെ കാണുമ്പോൾ അവനോട് ഒരു വല്ലാത്ത സ്നേഹം ഇബ്രാഹിം അലൈഹിസ്സലാമിന്. അള്ളാഹുവിൻ്റെ ഖലീല ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മനസ്സിൽ ആ മോനോട് കൂടുതൽ താല്പര്യം വന്നപ്പോൾ അവിടെയല്ല താല്പര്യം ഉണ്ടാവേണ്ടത്, റബ്ബിലാണ് എന്ന തിരുത്തലാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അള്ളാഹു തആല നടത്തുന്നത്. മോനെ അറുക്കാൻ തയ്യാറായപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ സ്നേഹം മോനോടല്ല അള്ളാഹുവിനോടാണ് എന്ന് അവിടെ സ്ഥിരീകരിക്കപ്പെട്ടപ്പോൾ പിന്നെയുള്ള മസ്ലഹത്ത് അറവ് ഒഴിവാക്കലാണ്. അതുകൊണ്ടാണ് അള്ളാഹു തആല വഹി ഇറക്കിയത്, അറക്കണ്ട. ഒരു പ്രവാചകനെ അള്ളാഹു തആല ഇങ്ങനെ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മിൽ ഈ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മെ അള്ളാഹു വെറുതെ വിടുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? നമ്മുടെ മക്കളെ കാര്യത്തിൽ പരലോകത്തെക്കുറിച്ചും അള്ളാഹിനെക്കുറിച്ചും ചിന്തിക്കാതെ ഭൗതികതയിൽ മാത്രം നിന്നു കഴിഞ്ഞാൽ നമുക്കും അത് പണിയാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ കുറിച്ചുള്ള കൺകുളിർമ എന്നുള്ളതിൽ നാം ചിന്തിക്കേണ്ടത് പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത എന്ന് മാത്രമാണ്. അങ്ങനെ പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയാണെങ്കിൽ അൽഹംദുലില്ലാ ആ കൺകുളിർമ റെഡിയാകും. ഈ ലോകത്തുള്ള ജീവിതമല്ല ലക്ഷ്യം. ഈ ലോകത്ത് എൻ്റെ മക്കളെ കാണുമ്പോഴുള്ള കൺകുളിർമ എന്താണ്? ആ മക്കൾ അവർ സുന്ദരമായി ആരാധനകളിൽ സജീവമാവണം എന്നുള്ളതാണ്. മഹാനായ ഇബ്നു അബി ഹാത്തിം തന്നെ ഈ വിഷയത്തിൽ പറയുന്ന ഒരു സംഭവം കാണാൻ കഴിയും. കഥീർ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഹസൻ റളിയല്ലാഹു അൻഹുവോട് ചോദിക്കുകയാണ്, ഈ റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വ ദുരിയാത്തിനാ എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പരലോകത്താണോ കൺകുളിർമയിട്ട് അതോ ദുനിയാവിലാണോ കൺകുളിർമ ഇട്ടേണ്ടത്? മഹാനവറുകളുടെ മറുപടി എന്താണെന്ന് അറിയോ? ലാ വല്ലാഹി ബൽ ഫി ദുനിയ, ദുനിയാവ് തന്നെയാണ് ആ കൺകുളിർമ. എന്താ കൺകുളിർമ എന്നറിയാമോ? അൻയുരിയല്ലാഹുൽ അബ്ദൽ മുസ്ലിമ മിൻ സൗജതിഹി വ മിൻ അഖീഹി വ മിൻ വലദിഹി വ മിൻ ഹമീമതിഹി ത്വാഅത്തൻ ലില്ലാഹ്. ഒരു മനുഷ്യൻ കൺകുളിർമ ഇട്ടുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ഭാര്യയും മക്കളും അവനെ ബന്ധപ്പെട്ട ആളുകളൊക്കെ കൃത്യമായിട്ട് ഇബാദത്തിൽ ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ, മക്കളിലൊക്കെ ദീനിയായ ഷിയാറുകളും ചിഹ്നങ്ങളും ഇങ്ങനെ പ്രകടമാകുമ്പോൾ അതാണ് ഒരു വിശ്വാസിയുടെ കൺകുളിർമ. ലാ വല്ലാഹി മാ ശൈഉൻ അഖറു ലി ഐനിൽ മുസ്ലിമിൻ അൻ യറാ വാലിദൻ ഔ വലദ. തൻ്റെ പിതാവ്, തൻ്റെ മക്കള്, തൻ്റെ സഹോദരൻ, തന്നോട് ബന്ധപ്പെട്ട ആളുകൾ ഇവരൊക്കെ അള്ളാഹ്ക്ക് ഇബാദത്തെടുക്കുക ഇങ്ങനെ നടക്കുന്നത് കണ്ടാൽ അതിലേറെ കണ്ണിൻ്റെ കുളിർമ വേറെ എന്തിലാണുള്ളത്? മഹാനായ ഇബ്നു അബി ഹാത്തിം റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇവിടെ കൃത്യമായിട്ടും കൺകുളിർമ എന്ന നമ്മുടെ ധാരണ നമ്മൾ തിരുത്തേണ്ടതുണ്ട്. അതേപോലെ കുട്ടികൾക്ക് പ്രായപൂർത്തിയായാൽ പ്രത്യേകം നമ്മുടെ ഭാഗത്ത് നിന്ന് അതിലൊരു ഇടപെടൽ നമുക്ക് ആവശ്യമാണ്. കുട്ടികൾ പ്രായപൂർത്തിയായാൽ നമ്മൾ അവിടെ എന്തെങ്കിലും ഇടപെടുന്നുണ്ടോ? എന്തെങ്കിലും മോനെ ഇപ്പം നിന്റെ രൂപം മാറി, നിന്റെ അവസ്ഥ മാറി, നീ വേറൊരു അവസ്ഥയിലായി എന്ന് നമ്മൾ ആരും വരെ പറഞ്ഞിട്ടില്ല. മഹാനായ ഇബ്നു അബി ദുനിയ തൻ്റെ അന്നഫഖത്തു അലൽ ഇയാൽ, സന്താനങ്ങൾക്ക് ചെലവ് നൽകൽ എന്ന ആശയം വരുന്ന ഒരു ഗ്രന്ഥം തന്നെ രചിച്ചു അദ്ദേഹം. എന്നിട്ട് അതിൽ അദ്ദേഹം കൊടുക്കുന്നുണ്ട് സുഫിയാൻ ഇബ്നു അംർ ഇബ്നു ഉത്ബയെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം പറയാണ്, എനിക്ക് 15 വയസ്സ് പ്രായപൂർത്തിയായപ്പോൾ എൻ്റെ പിതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഐ ബുനയ്യ കദിൻ ഖതഅതി അൻക ശറാഇഉ സ്വബി, മോനെ നിനക്ക് 15 വയസ്സ് പൂർത്തിയായി, പ്രായപൂർത്തിയായി നിനക്ക്. ഇനി കുട്ടികളുടെ പ്രായപൂർത്തിയാവാത്ത കുട്ടികളുടെ ഒരു ആനുകൂല്യവും നിനക്ക് ഇസ്ലാമിക ശരീഅത്തിലില്ല. നീ വേറെ ഒരു മേഖലയിൽ എത്തിയിരിക്കുന്നു. ഇനി നിന്റെ ജീവിതം പുതിയതാണ്. അൽസിമിൽ ഖൈറതകും മിൻ അഹ്ലിഹി, നീ ഖൈറായ കാര്യങ്ങൾ നിർബന്ധമായും നീ പാലിക്കണം. 15 വയസ്സ് പൂർത്തിയാകുന്നതോടുകൂടെ ആ മോനെ നമ്മളൊരു LLB കാരൻ അല്ലെങ്കിൽ ഒരു MBBS ആ കോളേജിൽ കൊണ്ടുപോയി ചേർക്കുമ്പോണ്ട് ഒരു മാനസികാവസ്ഥ, നീ മെനക്കെട്ടേ പറ്റൂ.
അപ്പുണ്ടല്ലോ കുട്ടികൾക്ക് ഒരു തയ്യാറെടുപ്പ്. എന്നാൽ അതിലേറെ വലിയ തയ്യാറെടുപ്പ് എന്ത്? അന്ത്യമില്ലാത്ത കാലത്തോളം ജീവിക്കേണ്ടത് നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്ന് തീരുമാനിക്കേണ്ടുന്ന പോയിന്റിലാണ് ഞാനിപ്പോ എത്തിയിരിക്കുന്നത്. വലാ തതുറുകുഹു, അതൊരിക്കലും നീ ഒഴിവാക്കി പോവരുത്. വലാ യഗുറന്നക മൻ ഇഗ്തറ ബില്ലാഹ്, പടച്ച തമ്പുരാന്റെ കാര്യത്തിൽ വഞ്ചനയിൽപ്പെട്ടു പോയ ആളുകളുടെ വഞ്ചനയിൽ നീ പെടാൻ പാടില്ല. ചീത്തയായ കൂട്ടുകാരോട് നീ കൂട്ടുകൂടരുത്. നീ മാറി നിൽക്കണം. കൃത്യമായി റബ്ബിനെ ഭയപ്പെട്ട് നീ ജീവിച്ചു കൊള്ളണം. നിനക്ക് കുഞ്ഞുങ്ങളുടെ കുട്ടികളുടെ എല്ലാവിധ ആനുകൂല്യങ്ങളും ഇന്നോടുകൂടെ അവസാനിച്ചിരിക്കുന്നു. മഹാനായ സുഫിയാൻ ഇബ്നു അംർ ഇബ്നു ഉത്ബ പറയുകയാണ്, ഫകാന കലാമു അബി ഖിബലതൻ ബൈന ഐനി. ആ പിതാവിന്റെ വാക്കുണ്ടല്ലോ, എനിക്കത് പിന്നെ എൻ്റെ ഖിബലയായിരുന്നു. ആ വാക്കിന്റെ നേരെയാണ് ഞാൻ നടക്കുന്നത്. അഥവാ നമ്മുടെ മക്കൾ നാട്ടിൽ NIT പോലെയുള്ള അതുപോലെ IIT പോലെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കുമ്പോൾ, അതുപോലെ എല്ലാ തെറ്റായ കാര്യങ്ങളും ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ, ഹോസ്റ്റലിൽ വെള്ളവും ജ്യൂസും ഒക്കെ കിട്ടാനുള്ള സെൽഫുകളുടെ കൂട്ടത്തിൽ മദ്യം കിട്ടാനുള്ള സെൽഫും അവിടെ ഉണ്ടാകുമ്പോൾ, ആ മദ്യത്തിന്റെ സെൽഫിന്റെ മുന്നിലേക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ അവരുടെ മുന്നിൽ നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്ന രൂപത്തിൽ അവരോട് സംവദിക്കാൻ നമുക്ക് കഴിയണം. കള്ളു കുടിക്കാനുള്ള മദ്യപിക്കാനുള്ള എല്ലാ സൗകര്യവും അവിടെയുണ്ട് ഉപ്പ. ആ മദ്യപിക്കാനുള്ള സൗകര്യമുള്ള സ്ഥലത്തേക്ക് മദ്യം കാണുമ്പോൾ അവിടെ നിങ്ങളെ എനിക്ക് കാണാൻ കഴിയുന്നു എന്ന് നമ്മുടെ മക്കൾക്ക് നമ്മോട് പറയാൻ കഴിയുമ്പോ, അതാണ് റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ എന്ന ആ പ്രാർത്ഥനയുടെ ഫലം അതാണ്. അതുപോലെ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ കൺകുളിർമയുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അവർ കൃത്യമായി വിവരിക്കുന്നുണ്ട്. സഹാബാക്കളുടെ ചരിത്രങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും എവിടെയാണ് കൺകുളിർമ കിട്ടിയത് എന്ന്. മഹാനായ ഇമാം ബുഖാരി തൻ്റെ അൽ അദബുൽ മുഫ്രദിൽ ജുബൈർ ബിൻ നുഫൈർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. അവര് മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കാൻ പോയി. അങ്ങനെ അവരിങ്ങനെ ചെല്ലുമ്പോൾ ഒരാൾ കയറി വരികയാണ്. എന്നിട്ട് അയാൾ പറയാൻ, ഈ സ്വഹാബി വര്യനാണല്ലോ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഈ സ്വഹാബിനെ ഇങ്ങനെ കണ്ടപ്പോൾ അദ്ദേഹം സന്തോഷത്തോടെ പറയാ, തൂബാലി ഹാത്തൈനിൽ ഐനൈൻ, നിങ്ങളുടെ ഈ രണ്ട് കണ്ണ് കണ്ടിട്ട് എനിക്ക് വല്ലാത്ത സന്തോഷം. കാരണം എന്താണെന്നറിയോ? റഅതാ റസൂലല്ലാഹ്, നിങ്ങളുടെ ഈ രണ്ട് കണ്ണുകൾ അള്ളാന്റെ റസൂലിനെ കണ്ട കണ്ണാണല്ലോ. വല്ലാഹി ലവദിനാ അന്നാ റഅയ്നാ മാ റഅയ്ത വശഹിദിനാ മാ ശഹിദത, നിങ്ങൾ കണ്ടതൊന്ന് കാണാൻ, നിങ്ങൾ പങ്കെടുത്ത സദസ്സുകളിലൊക്കെ ഒന്ന് പങ്കെടുക്കാൻ വല്ലാത്ത താല്പര്യം നമുക്കുണ്ടായിരുന്നു. പക്ഷേ സാധിച്ചില്ലല്ലോ, അതിനുള്ള ഭാഗ്യമുണ്ടായില്ലല്ലോ. നിങ്ങളുടെ കണ്ണ് കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമുണ്ട്. തൂബാ, എല്ലാവിധ മംഗളാശംസകളും നേരുകയാണ് എന്ന് പറഞ്ഞപ്പോൾ മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു എന്താ ചെയ്യുന്നത്? അദ്ദേഹത്തിന് ദേഷ്യം കടിച്ചു. ദേഷ്യം കടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, മാ യഹ്മിലു റജുലു അലാ യതമന്നാ മുഹ്ളറൻ ഗയ്യബഹു അല്ലാഹു അൻ. ഇവൻ എന്ത് പറ്റിപ്പോയി? പടച്ച തമ്പുരാൻ ഇവനെ തൊട്ട് മറച്ചു വെച്ച കാര്യം അതിൽ കെട്ടിമറിഞ്ഞ് വർത്താനം പറയാൻ വേണ്ടി ഇവൻ നിൽക്കുന്നു. ലാ യദ്രി ലൗ ശഹിദഹു കൈഫ യകൂനു ഫീ, അവൻ അറിയില്ല അന്നെങ്ങാനും അവൻ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അവൻ ചെയ്യാന്നറിയില്ല. വല്ലാഹി ലഖദ് ഹളറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്വാമുൻ കബ്ബഹുമുല്ലാഹ്, അള്ളാഹിന്റെ റസൂലിന്റെ സദസ്സിൽ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ആ ആളുകളൊക്കെ മുഖം കുത്തി അള്ളാഹുവിന്റെ നരകാഗ്നിയിൽ വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രവാചകന്റെ സദസ്സിൽ വന്നവർ, അങ്ങനെയും ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പ്രവാചകനെ കണ്ടാൽ എല്ലാം ആയി എന്ന ധാരണ തിരുത്തിക്കോ. നീ എങ്ങാനും ചിലപ്പോൾ അന്നുണ്ടായിരുന്നെങ്കിൽ അബൂജാഹിലിന്റെ മുന്നിൽ കൊടി പിടിക്കാൻ നീ ഉണ്ടാകും. എന്നിട്ട് മഹാനവറുകൾ പറയാ, അവലാ തഹ്മദൂനല്ലാഹ അസ്സ വജല്ല ഇദ് അഖ്റജകും ലാ തഅരിഫൂന ഇല്ലാ റബ്ബക്കും, നിങ്ങൾ ജനിച്ചു വീഴുമ്പോൾ നിങ്ങളുടെ റബ്ബിനെ മാത്രം അറിഞ്ഞുകൊണ്ടുള്ള ഒരവസ്ഥയിൽ അള്ളാഹു നിങ്ങളെ ജനിപ്പിച്ചു. എന്നിട്ടോ ഫതുസദ്ദിഖൂന ബിമാ ജാഅ ബിഹി നബിയ്യുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവാചകനെ അംഗീകരിക്കാനും വിശ്വാസിയാവാനുമുള്ള അവസരം നിങ്ങൾക്കുണ്ടായി.
ഇങ്ങനെയുള്ള എല്ലാ സൗകര്യവും നിങ്ങൾക്കുണ്ടായിട്ട് ഇനിയും ഇത് പോരാ എന്ന് പറയുന്നത് ഗുരുതരമായ തെറ്റാണ്. അതുകൊണ്ട് ആഗ്രഹം തിരുത്തിക്കോ. അഥവാ നമ്മൾ നബിന്റെ കാലത്തൊക്കെ ജീവിച്ച സഹാബാക്കളെ കൂടെ ഒന്ന് നടന്നിരുന്നെങ്കിൽ, ഒരു സഹാബിയായിരുന്നെങ്കിൽ നല്ലൊരു കിട്ടുമായിരുന്നു എന്ന പൂതി ഉണ്ടല്ലോ, ആ പൂതി തിരുത്തിക്കൊള്ളുക. നിങ്ങളെ ആ കാലത്തിന് പറ്റില്ല, ഈ കാലത്തേക്കേ പറ്റൂ എന്ന് അള്ളാഹുവിനറിയാം. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, വല്ലാഹി ലഖദ് ബുഇസ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അശദ്ദി ഹാലിൻ ബുഇസ അലൈഹാ നബിയ്യുൻ ഖത്തു ഫീ ഫത്രത്തിൻ വജാഹിലിയ. അള്ളാഹിന്റെ പ്രവാചകനെ നിയോഗിക്കപ്പെട്ട സമയം ഏതാണെന്നറിയോ? ഒരു പ്രവാചകനും നിയോഗിക്കപ്പെടാത്ത അത്രയും പ്രയാസമുള്ള ഘട്ടത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്. മുൻ പ്രവാചകന്മാരുടെ കാലത്ത്, മുഹമ്മദ് നബിയുടെ കാലത്തുള്ളതുപോലെയുള്ള ശിർക്കില്ല. അവരുടെ കാലത്ത് ശിർക്കൊക്കെ ഉണ്ടെങ്കിലും മുഹമ്മദ് നബിയുടെ കാലത്ത് അതികഠിനമായിരുന്നു. മാ യറൗന അന്ന ദീനൻ അഫ്ളലു മിൻ ഇബാദത്തിൽ ഔസാൻ. ബിംബാരാധനയേക്കാൾ ശ്രേഷ്ഠമായ ഒരു മതമേ ഇല്ല എന്നാണ് അവർ കണ്ടിരുന്നത്. ഫജാഅ ബിഫുർഖാനിൻ ഫറഖ ബിഹി ബൈനൽ ഹഖ് വൽ ബാത്തിൽ. അങ്ങനെ പടച്ച തമ്പുരാൻ സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന രേഖ റസൂലുള്ളാഹി ഏൽപ്പിച്ച് ഫറഖ ബിഹി ബൈനൽ വാലിദി വ വലദി, പിതാവിന്റെയും മക്കളുടെയും ഇടയിൽ വേർതിരിവുണ്ടാക്കുന്ന രൂപത്തിൽ, മകനാരാണ് പിതാവാരാണെന്ന് വേർതിരിക്കുന്ന രൂപത്തിൽ അവർക്ക് അല്ലാഹു വിവേകം നൽകി പ്രവാചകനിലൂടെ. ഹത്താ ഇൻ കാന റജുലു ലയറാ വാലിദഹു വ വലദഹു വ അഖാഹു കാഫിറ. മുഹമ്മദ് നബിയുടെ കാലത്ത് പിതാവ് മക്കളെ സംബന്ധിച്ച് കാഫിറാണ്, അവൻ നരകത്തിലേക്കുള്ളവനാണെന്ന് തീരുമാനിക്കുന്ന കാര്യമായിരുന്നു. എന്നാൽ വഖദ് ഫതഹ അല്ലാഹു ഖുഫ്ല ഖൽബിഹി ബിൽ ഈമാൻ. ആ മനുഷ്യന്റെ ഹൃദയത്തെ അല്ലാഹു ഈമാൻ കൊണ്ട് തുറക്കുകയാണ് ഉണ്ടായിരുന്നത്. വയഅലമു അന്നഹു ഇൻ ഹലക ദഖല നാർ. അവൻ മരിച്ചാൽ നരകത്തിലാണെന്ന് കരുതുന്ന മനുഷ്യന്മാർ, അവന്റെ മക്കൾ മരണപ്പെട്ടാൽ അവർ നരകത്തിലാണെന്ന് വിശ്വസിക്കുന്ന അത്രയും അന്ധകാരത്തിലായിരുന്നു മുഹമ്മദ് നബിയുടെ കാലത്ത്. ആ സമയത്ത് ഫലാ തഖറു ഐനുഹു, അവരുടെ കണ്ണ് കുളിർമയാവില്ല. മുഹമ്മദ് നബിയുടെ കാലത്ത് മക്കാ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കണ്ണ് കുളിർമയാവില്ല, മരണപ്പെട്ട നരകത്തിലാണെന്ന് മൊത്തം ജനങ്ങൾ വിശ്വസിക്കുന്ന കാലമാണ്. ആ സമയത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ സന്ദേശവുമായി മുഹമ്മദ് നബി വരുന്നത്. അങ്ങനെ മുഹമ്മദ് നബി വന്നുകൊണ്ട് ആളുകൾക്ക് ഈ ലോകത്ത് അല്ലാഹുവിന്റെ നിയമങ്ങൾ പാലിക്കണമെന്ന നിയമം കൊണ്ടുവരുന്നു. ആ സന്ദേശമാണ് മുഹമ്മദ് നബി കൊണ്ടുവന്ന സന്ദേശമുണ്ടല്ലോ, ഇസ്ലാമുണ്ടല്ലോ, അതാണ് റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുറത അയ്ൻ. ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും മക്കളിൽ നിന്നും കൺകുളിർമ തരണമെന്ന് പറഞ്ഞ് ആ കൺകുളിർമ ഇസ്ലാമിക തത്വങ്ങൾ അംഗീകരിക്കാനുള്ള അവസ്ഥ മനുഷ്യന്മാരുടെ മനസ്സിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. അതല്ലാതെ നബിന്റെ കാലത്ത് ജീവിച്ചോ ജീവിച്ചില്ലേ എന്നല്ല എന്ന് മഹാനവറുകൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഏതായിരുന്നാലും സഹോദരന്മാരെ, നമുക്ക് കൺകുളിർമ എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായി ജീവിക്കുന്ന ഒരവസ്ഥയുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനപരമായി കൺകുളിർമയുടെ അടിസ്ഥാനപരമായ പണ്ഡിതന്മാർ നൽകുന്ന അർത്ഥം തണുപ്പ് എന്നാണ്. ഖുറത്തായി എന്ന് പറഞ്ഞാൽ കണ്ണിന് തണുപ്പുണ്ടാവുക എന്നുള്ളതാണ്. മഹാനായ ഇമാം ഷൗക്കാനി അദ്ദേഹത്തിന് ഫതുൽ ഖദീർ പറയാ, ഖുറത്തുൽ ഐനി ബർദു ദമ്മിഹാൻ. കണ്ണിന്റെ കുളിർമ എന്ന് പറഞ്ഞാൽ ആ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീരിന് തണുപ്പുണ്ടാവുക എന്നുള്ളതാണ്. അത് ദലീലു സുറൂരി വല്ലഹ്, സന്തോഷത്തിൻ്റെയും ചിരിയുടെയും അടയാളമാണ്. എന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ടാകുമ്പോൾ ഒരാൾ കരയും, ആ കരയുമ്പോൾ ഉണ്ടാകുന്ന കണ്ണുനീര് തണുത്ത കണ്ണീരായിരിക്കും. ശരിയാ? ആണോ? നിങ്ങൾ ആരെങ്കിലും പരിശോധിച്ച് നോക്കുന്നുണ്ടോ? ഒരാൾ ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെ ഓരോരോ സമയത്ത് കെട്ടിപ്പിടിച്ചിട്ട് കരച്ചിൽ കയറി ആ സന്തോഷം കൊണ്ട്, അപ്പോൾ വരുന്ന കണ്ണുനീര് തണുത്ത കണ്ണീരായിരിക്കും. ആരെങ്കിലും പരീക്ഷിച്ചിട്ടുണ്ടോ അത്? ഇല്ല. ഞാൻ നോക്കാം. ഒരാൾ സങ്കടത്തോടെയും മാനസിക വേദനയോടുകൂടെയും കരഞ്ഞാൽ ആ കണ്ണുനീരിന് ചൂടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താ? പടച്ചവനെ, എൻ്റെ കണ്ണുനീര്
സങ്കടത്തിൻ്റെ വേദനയുടെ കണ്ണീരല്ല, സന്തോഷത്തിൻ്റെ കണ്ണീര് എനിക്ക് നൽകണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. മഹാനായ ഇബ്നുൽ അറബി റഹ്മത്തുള്ളാഹി പറയാം, ഇതിൽ 2 മസലയുണ്ട്. ഒന്നെന്താണ്? കൺകുളിർമ എന്ന് പറഞ്ഞാൽ ഒന്ന് മനസ്സിനുള്ള കൊതികൾ, മനസ്സിലുള്ള ആഗ്രഹങ്ങൾ, മനസ്സ് എപ്പോഴും കൊതിച്ചുകൊണ്ടിരിക്കും. പക്ഷേ കണ്ണുകൾ എന്താവുന്നവരോ എല്ലാത്തിലേക്കും നീളും. അയലോക്കത്തുള്ളവൻ്റെ ഭാര്യനെ കാണുമ്പോൾ അറിയാതെ അവൻ എന്താണ് നോക്കിപ്പോവും. അവരെ കുട്ടികളെ കാണുമ്പോൾ ആ കുട്ടികളൊക്കെ എന്ത് ഭംഗിയുണ്ട്, എന്ത് രസമുണ്ട്, അങ്ങോട്ട് നോക്കിപ്പോവും. എൻ്റെ കുട്ടികളൊക്കെ ഇങ്ങനെ കർക്കിടക്കൂരല്ലേ എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്ന മാനസികാവസ്ഥ ആളുകളുടെ മനസ്സിൽ വരും. എന്നാൽ മഹാനവറുകൾ പറയാം, ഒരു മനുഷ്യനോട് കൂടെ അവന്റെ ഭാര്യയുണ്ട്, അവളിൽ എന്തുണ്ട്? അവന്റെ ആഗ്രഹങ്ങളുണ്ട്. അവൻ എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതൊക്കെ അവളിലുണ്ട്. അതിലൊന്നെന്താ പറഞ്ഞത്? മിൻ ജമാൽ, ഭംഗി, അവൻ ആഗ്രഹിക്കുന്ന ഭംഗിയുണ്ട്. വൈഫത്തിൻ, ഇഫത്തുമുണ്ട്. ഇഫത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെപ്പോഴും കേൾക്കാറുള്ളതാണ്. ഇഫത്ത് എന്ന് നിരവധി തവണ നമ്മൾ കേൾക്കും. ഇപ്പോൾ റസൂലുള്ള പ്രാർത്ഥിക്കാൻ പറയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഭക്തി നൽകണമേ, ഹിദായത്ത് നൽകണമേ, അഫാഫ് നൽകണമേ. അതാണ് ഇഫത്ത്. അഫാഫ് എന്ന് പറഞ്ഞാൽ എന്താ? ആരെങ്കിലും ഓർമ്മ ഉണ്ടോ? ടാറ്റസ്. അത് ഇംഗ്ലീഷ് എനിക്കും അറിയില്ല. ഒരേപോലത് ഞാൻ പറയാം. മഹാനായ ഈ അറബി ഭാഷയുടെ സാങ്കേതിക അർത്ഥങ്ങൾ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർ നിരവധിയുണ്ട്. അതിൽ വളരെ പ്രസിദ്ധനാണ് ഇമാം ജുർജാനി. അദ്ദേഹം ഹിഫത്ത് എന്ന് പറഞ്ഞാൽ വരിക്കുന്ന എന്താരോ, ഹൈഅത്തുൽ ഖുവത്തി ശഹവിയ, ഒരു മനുഷ്യനിലുള്ള, ഒരു സ്ത്രീയില് അല്ലെങ്കിൽ ഒരു പുരുഷനിലുള്ള വൈകാരികമായ ഊർജമാണ്. മുതവസ്വിദത്തും ബൈനൽ ഫുജൂരില്ലദീ ഹുവ ഇഫ്രാതു ഹാദിഹിൽ ഖുവ, അത് തമ്മാടിത്തത്തിലേക്ക്, വികാരമുണ്ടാകുമ്പോൾ അത് തമ്മാടിത്തത്തിന്റെ കൊടുമുടിയിലേക്ക് പോകും. അതേപോലെ തന്നെ വൽ ഹുമൂദില്ലദീ ഹുവ തഫ്രീതുഹാ, അത് ആ വികാരം പറ്റ കീപ്പോട്ട് കെട്ടും. ഇങ്ങനെ ആ വികാരം പറ്റ കീപ്പോട്ട് കെട്ടുപോവാതെയും അതിൻ്റെ അതിർവരമ്പ് കടന്ന് അങ്ങോട്ട് മുകളിലേക്ക് പോവാതെയും ഇരിക്കുന്നതിൻ്റെ ഇടയിലുള്ളതിനെയാണ് ഇഫത്ത് എന്ന് പറയുന്നത്. വൈകാരികത ഒരാളിൽ ഉണ്ടാകുമ്പോൾ ആ വൈകാരികത എന്തായിരിക്കണം? അത് മധ്യമായിരിക്കണം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ ഭർത്താവിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ വൈകാരികമായ മേഖലക്ക് ശമനം നൽകുന്ന രൂപത്തിൽ വൈകാരികമായ പ്രകടനങ്ങൾ നിർബന്ധമായും അവൾ ചെയ്തേ പറ്റൂ. എന്നാൽ ഭർത്താവിൻ്റെ അപ്പുറത്തേക്ക് പോയിക്കൊണ്ടുള്ള വൈകാരിക പ്രകടനമാകുമ്പോൾ അത് അപകടമാണ്. അപ്പോൾ വൈകാരികത അതിർലംഘനത്തിലേക്ക് പോവാതിരിക്കുകയും അത് തീരെ കെട്ടുപോവാതിരിക്കുകയും ചെയ്യുന്നതിനാണ് ഇഫത്ത് എന്ന് പറയുന്നത്. ഒരു ഭർത്താവിന് സന്തോഷം കൊടുക്കേണ്ടത് ഭാര്യയുടെ ബാധ്യതയാണ്. അവളിലുള്ള വൈകാരികത അവൾ ശരിക്കും പ്രകടിപ്പിക്കേണ്ടതുണ്ട്. ആ അതിർവരമ്പ് വരെ പ്രകടിപ്പിക്കുന്നതിനാണ് ഇഫത്ത് എന്ന് പറയുന്നത്. ആ ഇഫത്ത് ഒരു പെണ്ണിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മഹാനായ ഇബ്നുൽ അറബി റഹ്മത്തുള്ളാഹി ലം യൽതഫിത് ഇലാ സൗജി അഹദിൻ, വേറെ ആളുടെയും ഭാര്യയിലേക്ക് നോക്കൂല. ഭർത്താക്കന്മാർ മറ്റുള്ളവരിലേക്ക് പോകുന്നു എന്നുള്ള ചിന്ത ഒരിക്കലും വരില്ല. അവളിൽ എന്തുണ്ടാവണം? ആ ഭർത്താവിൻ്റെ മുമ്പിൽ കൃത്യമായ വൈകാരിക പ്രകടനങ്ങൾക്കുള്ള തയ്യാറെടുപ്പിൽ അവൾ നിൽക്കുകയാണെങ്കിൽ ഒരു പ്രയാസവുമില്ലാതെ ശാന്തമായി മുന്നോട്ട് പോകും. അതാണ് പടച്ച തമ്പുരാൻ പറയാൻ പറഞ്ഞത്, റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ, റബ്ബേ ഞങ്ങളുടെ ഭാര്യമാരിൽ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണം. ആ ഭാര്യ അതിനനുസരിച്ച് ഉയരണം. എന്താണ് അതുകൊണ്ടുണ്ടാകുന്നത്? ഇഫത്തുണ്ടായാൽ അവൻ വ്യഭിചാരത്തിലേക്കും തെറ്റുകളിലേക്കും പോവില്ല, അവിടെ തടയപ്പെടുന്നു. അപ്പൊ ഈ രൂപത്തിലാണ് ഖുർറത്തു ഐനിനെ പണ്ഡിതന്മാർ വിവരിക്കുന്നത്. മക്കളുടെ കാര്യത്തിൽ നമ്മൾ ശരിക്കും ഭാര്യമാരുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. കൂടുതലും പല ഷർത്തും ഡിമാൻഡും ഒക്കെ വെക്കാറുണ്ട് നമ്മൾ. പക്ഷെ മക്കളുടെ കാര്യം വരുമ്പോഴേക്ക് പറ്റ ലൂസാവുന്ന രകം. മഹാനായ ഇബ്നു അബി ദുനിയ, നമ്മുടെ സമയം കഴിഞ്ഞാ? എത്ര മണിക്കത് അവസാനിപ്പിക്കല്ലേ നമ്മൾ? 2 മണിക്കാ? ഓക്കെ, അപ്പം ഇനി ഒരു 3 മിനിറ്റ് ഉണ്ട്. മഹാനായ ഇബ്നു അബി ദുനിയ തൻ്റെ അൻ-നഫഖയിൽ വിവരിക്കുകയാണ്, ഉത്ബത്ത് ബിൻ അബി സുഫിയാൻ തൻ്റെ മകനെ പഠിപ്പിക്കുന്ന അധ്യാപകനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞ്, ഞാൻ എൻ്റെ മോനെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി
അവന് ഇസ്ലാം പഠിപ്പിക്കണം, സഖാഫ പഠിപ്പിക്കണം. അതിനെന്താ വേണ്ടിയെന്നറിയോ? എന്റെ മകനെ നിങ്ങൾ പഠിപ്പിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ നന്നായിരിക്കണം. നിങ്ങൾ നല്ല മനുഷ്യനായേ പറ്റൂ. ഒരു കുറവും നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. നിന്റെ അടുത്ത് എന്തൊക്കെ ഐബുകൾ കുറവുകൾ ഉണ്ടോ അത് മുഴുവനും അവരത് നീയായിട്ട് കൂട്ടിക്കട്ടപ്പെടും. അതുകൊണ്ട് ഒരിക്കലും നിന്നിൽ ഒരു ഐബും ഉണ്ടാകാൻ പാടില്ല, ന്യൂനത ഉണ്ടാകാൻ പാടില്ല. നീ നന്നായിരിക്കണം. അൽ ഹസനു ഇൻദഹും മാ സനൈത, നീ നല്ലത് പ്രവർത്തിച്ചാൽ അത് അവർക്ക് നല്ലതാണ്. അതേ സ്ഥാനത്ത് വൽ ഖബീഹു ഇൻദഹും മസ്തഖ്ബഹത, നീ ചീത്തയായി കണ്ടത് അവരും ചീത്തയായി കാണും. അല്ലിമു കിതാബല്ലാഹി അസ്സ വജൽ, അള്ളാന്റെ ഖുർആൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. വലാ തുഖ്രിജും മിൻ ഇൽമിൻ ഇലാ ഗൈരിഹി ഹത്താ യുഹ്കിമു, ഒരറിവിൽ നിന്ന് മറ്റൊരറിവിലേക്ക് അത് ബോധ്യപ്പെടുത്തുന്നത് വരെ നീ പ്രവേശിച്ചു പോവരുത്. ഇത് നമുക്കൊക്കെ ഉള്ള ബാധ്യത. ഒരറിവ് പഠിക്കാൻ നമ്മൾ പോയിരിക്കുകയാണ്, നമ്മൾ ഒരു QHLS ലേണിംഗ് ക്ലാസ്സിൽ പോയിരിക്കുകയാണ്, നമ്മൾ പഠിച്ചു, പിന്നെ നമ്മൾ പാഠം മാറ്റാൻ പോവുകയാണ്. അങ്ങനെ മാറ്റി 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 25 കൊല്ലം ലേണിംഗ് ക്ലാസ് പോയാലും ആ ക്ലാസ് പോവാനുള്ള യോഗ്യത ഉണ്ടാവും, മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാനുള്ള യോഗ്യത ഉണ്ടാവില്ല. അതാണ് അദ്ദേഹം പറഞ്ഞത്, അവർ കൃത്യമായി അത് പഠിക്കുന്നത് വരെ മറ്റൊരു പാഠം കൊടുക്കരുത്. ഒരു പാഠം ഒരാൾ പഠിച്ചാൽ ആ പാഠത്തിലുള്ളത് തന്നെയാണ് അടുത്ത പാഠങ്ങളിലൊക്കെ വരിക, പക്ഷെ അത് അവർക്ക് ഉറപ്പിക്കണം. വകുല്ലഹും കത്വബീബ്, നീ ഒരു ഡോക്ടറെ പോലെയാവണം എൻ്റെ മക്കൾക്ക്. ലാ യുഅജ്ജിൽ ബിദ്ദവായി ഹത്താ യഅലമ മൗദിഅദ്ദാ, ഡോക്ടർ അസുഖം എവിടെയാണെന്ന് അറിയാതെ അദ്ദേഹം മരുന്ന് കൊടുക്കൂല എന്നതുപോലെ എൻ്റെ കുട്ടിയുടെ സാംസ്കാരികപരമായി മാനസികമായി എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ആ കുറവുകൾ പരിഹരിക്കാൻ പര്യാപ്തമായ ചികിത്സ നൽകുന്നത് പോലെയായിരിക്കണം. ജന്നിബുഹുമുന്നിസ, സ്ത്രീകളുമായുള്ള ഇടപെടലിന് അവസരമുണ്ടാക്കരുത് അവർക്ക്. ഇതൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് പറയാം. നമ്മുടെ മക്കളെ സ്കൂളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ ഈ വാദം നമുക്ക് പറയാൻ പറ്റൂല, എവിടെയും പറയാൻ പറ്റൂല. എന്താ ഇതെന്നാ തെറ്റാണോ? ഇത് ഈ അദ്ദേഹം പറഞ്ഞ അബദ്ധാണോ? പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു, കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം, മുസ്ലിങ്ങളായ പുരുഷന്മാർ അന്യ സ്ത്രീകളിലേക്ക് നോക്കരുത് എന്ന് പറയൂ നബിയെ. കുല്ലിൽ മുഅ്മിനാത്തി യഗ്ളൂന മിൻ അബ്സാരിഹിന്ന, അന്യ സ്ത്രീകൾ തന്നെ പുരുഷന്മാരെ നോക്കരുതെന്ന് പറയൂ നബിയെ. ഇത് ഖുർആന്റെ കൽപ്പനയാ, നടപ്പാക്കാൻ കഴിയുന്നില്ല. അതുപോലെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ ചര്യകൾ അവർക്ക് നീ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ നമ്മുടെ മക്കൾക്ക് ഇതുപോലെ നമുക്ക് നല്ല രൂപത്തിലൊരു നിർദ്ദേശങ്ങൾ നൽകാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പൊ നമ്മളുടെ അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ മക്കളുടെ കാര്യം ആഴ്ചയിൽ അവർ 5 ദിവസം അവർ സ്കൂളിലാണ് പോകേണ്ടതാണ്. പാടില്ല എന്നല്ല ഞാൻ പറയുന്നത്, പോകേണ്ടതാണ്, നിർബന്ധിത ഘട്ടമാണ്. ബാക്കി ഒരു ദിവസം, ഒരു ശനിയാഴ്ച നമ്മൾ നമ്മുടെ മക്കളെ മദ്രസയിലേക്ക് കൊണ്ടുവരുന്നു എന്നർത്ഥം. ഈ മദ്രസയിലേക്ക് നമ്മൾ വരുമ്പോൾ 5 ദിവസം സ്കൂളിൽ നിന്നാണ് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത്. ഒരു ദിവസമാണ് ഇവിടെ വരുന്നത്. അതിനിടയിൽ 5 ദിവസം അവിടെ എന്തൊക്കെ നടക്കുന്നു? അവർ ആരോടുകൂടെയൊക്കെയാണ് കൂട്ടുകൂടുന്നത്? ആൺകുട്ടികളോട് കൂടെയാണോ പെൺകുട്ടികളോട് കൂടെയാണോ? അതുപോലെ തന്നെ ഇസ്ലാമികമായ കാഴ്ചപ്പാടിലൂടെ പോകുന്ന മക്കളോട് കൂടെയാണോ എന്നൊക്കെ ചോദ്യം ചോദിച്ചാൽ നമ്മൾ സ്കൂൾ നിർത്തേണ്ടി വരും. ഫലത്തിൽ മദ്രസയിൽ വരുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ ഇല്ലാത്തത് കൊണ്ട് മദ്രസയിലേക്ക് നമ്മൾ വരുമ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു 5000 കിലോമീറ്റർ ഓടിയ ഒരു കാറ് 5000 കിലോമീറ്റർ ആയാലും ഒരു ഇഞ്ചൻ ഓയിൽ ചേഞ്ച് ചെയ്യും അല്ലേ എന്നതുപോലെ 5 ദിവസം ഓടിയ നമ്മുടെ മക്കള് ഓടി തളർന്ന് ആ ഇഞ്ചൻ ഓയിൽ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു ശനിയാഴ്ച അവിടെ കൊടുത്താക്കും. എന്നിട്ട് അവരിലുള്ള എല്ലാ മാലിന്യങ്ങളും ഖുർആനും ഹദീസും മായത്തും ഒക്കെ പഠിപ്പിച്ച് കൊടുത്ത് അവരെ കഴുകി വൃത്തിയാക്കി ക്ലീനാക്കി വിടുന്നു എന്നുള്ളതാണ് വസ്തുത. അതല്ലേ? അല്ലാന്നായിരിക്കും അഭിപ്രായം ഉണ്ടോ? അതാണ്. അത് 8ാം ക്ലാസ് വരെ നടക്കും. 8ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? ഒന്നുമില്ല. പിന്നെ ഈ കാർ ഓടുകയാണ് 5000 കിലോമീറ്റർ കഴിഞ്ഞിട്ടും
ഇഞ്ചിൻ ഓയിൽ മാറ്റുന്നില്ല. അതിങ്ങനെ മാറ്റാതെ പിന്നെ ഓടി ഓടി കുറേ ആകുമ്പോൾ എന്ത് ചെയ്യും? ആ ഇഞ്ചിനാണ് പൊട്ടിത്തെറിക്കും. അതാണ് നമ്മൾ വെഞ്ഞാറമൂട്ടിൽ പൊട്ടിത്തെറിക്കണ കണ്ടു. ഒരു മകൻ വല്യമ്മാനെ കൊന്ന്, അനുജനെ തല്ലിക്കൊന്ന്, ഇളയപ്പാനെ തല്ലിക്കൊന്ന്, ഉമ്മാനെ തല്ലിക്കൊന്നു എന്നോ വിചാരിച്ചു. പക്ഷേ എന്തോ കഷ്ടകാലത്തിന് അവർ രക്ഷപ്പെട്ടു. ഒരു വനിതാ പെൺസുഹൃത്തിനെയും കൊന്നു. പെൺസുഹൃത്ത് എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമികമാണെന്ന് ജനങ്ങളുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന സാഹചര്യം വരെ ആയിപ്പോയി. എന്തുകൊണ്ട് സംഭവിച്ചു? അവർക്ക് ഇസ്ലാമികമായിട്ടുള്ള പഠനങ്ങളോ അതേക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളോ ഒന്നും ആരും നൽകുന്നില്ല. ഈ പൊട്ടിത്തെറികൾ ലോകത്ത് വളരെ സജീവമാണ്. പല രക്ഷിതാക്കളും എന്നോട് പറയാറുണ്ട്, കുട്ടികളെല്ലാം മദ്രസയിൽ അവിടെയൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ വലുതാകുമ്പോൾ ചിലരൊക്കെ ചോദിക്കുകയാണ് അള്ള ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. കാരണം എന്താ? ഇത് ഇടക്കിട്ടതിൻ്റെ ഇഞ്ചിൻ ഓയിൽ ചേഞ്ച് ആക്കുന്നില്ല എങ്കിൽ സംഭവിക്കുന്ന ദുരന്തമാണ്. എത്രമാത്രം നമ്മുടെ കേരള ഗവൺമെൻറ് എന്താ പറയുക, സൂംബ ഡാൻസ് പ്രഖ്യാപിച്ചു. എന്താ കാരണം പറഞ്ഞോ? കുട്ടികൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാവുന്നു സ്കൂളിൽ. ആരാണ് അവിടെ ഇതൊക്കെ കൊണ്ടുവരുന്നത് സഹോദരങ്ങളെ? എന്നിട്ട് അതിൻ്റെ പേരിൽ എന്തെല്ലാം ബഹളങ്ങളുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്ന് പ്രായപൂർത്തിയായതിന് ശേഷം അവരെ നല്ല രൂപത്തിൽ ദീനിയായൊരു സംവിധാനത്തിലൂടെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അതിന് സദാസമയവും നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന പ്രാർത്ഥനയാണ് നമ്മിൽ ഉണ്ടാവേണ്ടത്. അതിനുള്ള പ്രവർത്തനങ്ങളുമാണ് നമ്മിൽ ഉണ്ടാവേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ നല്ല രൂപത്തിൽ വളർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. അവർക്കും നമുക്കും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ജഅൽ ജമ്മനാ ഹാദാ ജമ്മൻ മർഹൂമാ വതഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂമാ വലാ തജഅൽ മിന്നാ വലാ ഫീനാ വലാ മാനാ ശഖിയ്യൻ ولا مطرودا ولا محروما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.